ഇവിടെ പറയാൻ പോകുന്നത് യമനാസ്തികരുടെ സുപ്രധാനമായ 4 അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഓരോ തത്വങ്ങളെ പറയും, അതിൻ്റെ എതിർവശങ്ങൾ ഇസ്ലാമിക വീക്ഷണത്തെ കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആദ്യമായി നവനാസ്തികരുടെ ഏറ്റവും സുപ്രധാനമായ തത്വം എന്നുള്ളത് അത് മതനിരാകരണമാണ്. മനുഷ്യന് മതത്തിന്റെ ആവശ്യകതയില്ല. അതായത് കൃത്യമായി 5 വക്ത് നമസ്കരിക്കേണ്ട, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു മാസം ആഹാരവും വെള്ളവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നോമ്പ് നോക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വളരെയധികം പണം ചെലവഴിച്ചുകൊണ്ട് ഹജ്ജിന് പോകേണ്ടതില്ല. ഇത്തരത്തിലുള്ള നിയമങ്ങൾ മനുഷ്യന് ആവശ്യമില്ല. മനുഷ്യന് സ്വന്തമായി ജീവിക്കാനുള്ള, അവരുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനുഷ്യന് മതത്തിന്റെ ആവശ്യകതയുണ്ടോ? യഥാർത്ഥത്തിൽ മനുഷ്യൻ, നമ്മൾ അഖീദയൊക്കെ മനുഷ്യനെ വിശേഷിപ്പിക്കാറുള്ളത് ഹയവാൻ നാത്തിക്, വിവേകമുള്ള ചിന്താശേഷിയുള്ള ജീവി എന്നുള്ളതാണ്. മനുഷ്യന് മൃഗങ്ങളെക്കാൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. സംഘടിച്ചുകൊണ്ട് കൂട്ടമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിവർഗം മനുഷ്യന്മാരാണ്. അതുപോലെ എന്ത് വിഷയത്തിലും ത്യാഗം ചെയ്യാൻ പറ്റുന്ന ജീവിവർഗവും മനുഷ്യന്മാരാണ്. അതുപോലെ തന്നെ അറിവ് സ്വീകരിക്കാൻ പറ്റുന്ന മനുഷ്യന്മാരാണ്. ഈ പ്രത്യേകതകളൊന്നും മൃഗങ്ങൾക്കില്ല. മൃഗങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവര് ഭക്ഷണം കഴിക്കുന്നു, അവരുടെ ഇണകളുമായി സെക്സ് ഏർപ്പെടുന്നു, അങ്ങനെ അവരുടെ ഒരു മാക്സിമം അവർ ചെയ്യുന്നത് അത്ര കാര്യങ്ങളാണ്. നേരെ മനുഷ്യനാണെങ്കിൽ മനുഷ്യന് ഒരുപാട് ജുസ്ഇയായ കാര്യങ്ങളിൽ നിന്ന് ഒരു ആമായ കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അവർക്ക് പുതിയ പുതിയ കണ്ടെത്താൻ സാധിക്കും. അതായത് വിവേകശേഷി ഉള്ളതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ പുരോഗതിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇത് പറയാൻ കാരണം, ഈ പരിണാമ സിദ്ധാന്ത പ്രകാരം മനുഷ്യനോട് ഏറ്റവും യോജിച്ച് അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയാണ് ചിമ്പാൻസി എന്നുള്ളത്. പറയാ, ചിമ്പാൻസി പൊതുവെ അതിന്റെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു മരക്കഷ്ണം എടുത്ത് അത് ഒരു ഉറുമ്പിൻ കൂടത്തിന്റെ അവിടെ വെക്കും. ആ മരക്കഷ്ണത്തിന്റെ മുകളിൽ ഉറുമ്പ് കയറി നിൽക്കും. ആ ഉറുമ്പിനെ ഭക്ഷിക്കുന്ന ഒരു ചിത്രം പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും ഒരു ചിമ്പാൻസി എന്തുകൊണ്ട് ആ ഉറുമ്പിനെ പൊരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കറി വെച്ചുകൊണ്ട് തിന്നുകൂടാ എന്ന് ചിന്തിക്കൂല. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കാക്കകൾ ഉണ്ടാവും. അപ്പോൾ കാക്കകള് മരത്തിന് മുകളിൽ കൂട് കെട്ടും. പക്ഷെ ഒരു കാക്ക പോലും എന്തുകൊണ്ട് മഴക്കാലത്ത് പ്ലാസ്റ്റിക്കിന്റെ റൂഫ് കൊണ്ട് ആ കൂടൊന്ന് പൊതിഞ്ഞുകൂടാൻ ചിന്തിക്കൂല. കാരണം ഈ ജീവികളുടെ ബുദ്ധിക്ക്, അവർക്ക് അത്രത്തോളം ചിന്തിക്കാനുള്ള വികാസമുള്ള ബുദ്ധിശേഷി ഇല്ല. മനുഷ്യൻ അത് ഉണ്ടതാണ്. മനുഷ്യന്മാര് റോഡിലൂടെ പോകുന്ന സമയത്ത് ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പി കിട്ടിയാൽ, അല്ലെങ്കിൽ സോഡ കുപ്പിയുടെ മൂടി കിട്ടിയാൽ കൂടി അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കുന്നവരാണ്. അപ്പോ ഇത്രത്തോളം പവർഫുള്ളായ മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ ചില നിയമങ്ങൾ ലോകത്ത് അനിവാര്യമാണ്. ആ നിയമമാണ് മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ മതകീയ നിയമങ്ങൾ ആരുണ്ടാക്കണം എന്നതാണ് അടുത്ത ചർച്ച. യുക്തിവാദത്തിന്റെ രണ്ടാമത്തെ തത്വം എന്നുള്ളത് മാനവികതാവാദമാണ്. അതായത് മനുഷ്യന്മാർക്ക് സ്വന്തമായി അവർക്ക് ജീവിക്കേണ്ട നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. അവരുടെ അറിവും എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടതായ നിയമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് അവരുടെ വാദം. ഈ വാദത്തെ ഖണ്ഡിക്കുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ കണക്റ്റഡ് ആയി തോന്നിക്കും. ഫസ്റ്റ് പറഞ്ഞു, നമ്മളിവിടെ മതത്തിന്റെ ആവശ്യകത വിശദീകരിച്ചു. ഇനിയിപ്പോൾ മതകീയ നിയമങ്ങൾ ആരുണ്ടാക്കണം? അത് ഈ യുക്തിവാദത്തിന്റെ രണ്ടാമത്തെ തത്വചിന്തയായ മനുഷ്യന്മാർ ഉണ്ടാക്കുന്നതിന് റിപ്പർട്ട് ചെയ്തുകൊണ്ട് പറയാൻ, ഇസ്ലാമിക വീക്ഷണപ്രകാരം മതകീയ നിയമങ്ങൾ ദൈവം ഉണ്ടാക്കണം എന്നുള്ളതാണ്. കാരണം സൃഷ്ടിയെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് മാത്രമേ സൃഷ്ടിക്കാൻ അനുയോജ്യമായ നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോ സൃഷ്ടിയെക്കുറിച്ച് പൂർണ്ണമായും അറിയുന്ന ദൈവം ഈ നിയമങ്ങളെ ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ യുക്തിവാദത്തിന്റെ മൂന്നാമത്തെ അടിസ്ഥാന തത്വമാണ് എവിഡന്റലിസം. അത് എല്ലാ കാര്യങ്ങൾക്കും തെളിവുവാദം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. തെളിവ് വേണമെന്നുള്ളത്. അപ്പോ ദൈവമുണ്ട് എന്നതിന് അവർ നിരന്തരമായി ഇങ്ങനെ തെളിവ് ചോദിക്കും. ദൈവം എന്നുള്ളത് അഭൗതികപരമായ ഒരു വസ്തുവാണ്. ആ അഭൗതികപരമായ ഇതിന് ഭൗതികപരമായ തെളിവ് വേണമെന്ന് വാദിക്കുന്നത് തന്നെ അവിടെ തന്നെ ഒരു പ്രസ്താവന തന്നെ എത്രത്തോളം ബാലിശതയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് നമ്മുടെ ഭാര്യമാർക്ക് പ്രമേഹമുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ
അവർക്ക് നമ്മോട് അവരുടെ കൽബിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഭൗതികവും ഒന്ന് അഭൗതികപരമായ വസ്തുക്കളാണ്, കാര്യങ്ങളാണ്. ഇപ്പോ അവര് പൊതുവെ ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഇസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ഒരു വസ്തു ഉണ്ട് എന്നതിന് തെളിവില്ലെങ്കിൽ ആ വസ്തു ഇല്ല എന്നതാണ് അർത്ഥം. ഇതിനെ പൊതുവെ നമ്മുടെ മുസ്ലിം സ്കോളേഴ്സ് വളരെ സിമ്പിളായി ഈ ഒരു ആർഗ്യുമെന്റ് എതിർക്കാറുള്ളത്, ഇപ്പോ അമേരിക്ക കണ്ടിട്ടില്ലാത്ത ഒരാൾ അമേരിക്ക ഇല്ല എന്ന് വാദിക്കുന്നത് പോലെ. ഉദാഹരണം ഇപ്പോ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരു വ്യക്തി പറയുന്നത് ഈ കണ്ണാടിപ്പറമ്പ് എന്ന ഈ ദേശം ഇല്ല, കാരണം അദ്ദേഹം കണ്ണാടിപ്പറമ്പ് ദേശം കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ കണ്ണാടിപ്പറമ്പ് എന്നുള്ള ദേശം ഇല്ലാതാകുമോ? അപ്പോ ഓരോരുത്തർക്ക് അവരുടെ മുമ്പിൽ വെളിവായ തെളിവുകൾക്കനുസരിച്ച് അവർക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ഡിസൈനർ, ഒരു ക്രിയേറ്റർ ഉണ്ടോ? നമ്മൾ ശാസ്ത്രീയമായി പറയുമ്പോൾ തന്നെ കോസ് ആൻഡ് എഫക്ട് തിയറി ഉണ്ട്. അതായത് ഏതൊരു വസ്തു ഉണ്ടാകും അതിന് പിന്നിൽ ഒരു കാരണം വേണം. ലൈറ്റ് കത്താൻ കറണ്ട് വേണം, ദാഹം മാറാൻ വെള്ളം വേണമെന്നൊക്കെ പറയുന്ന പോലെ കോസ് ആൻഡ് എഫക്ട് ശാസ്ത്രീയപരമായി സയന്റിസ്റ്റുകൾ അംഗീകരിക്കുന്ന ഒരു തിയറിയാണ്. ആ ഒരു തിയറി പ്രകാരം തന്നെ ഈ ഇത്രത്തോളം വിശാലമായ പ്രപഞ്ചം ഉണ്ടാവാൻ നിർബന്ധമായും അതിന് പിന്നിലൊരു കാരണം വേണം. ആ കാരണത്തെയാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത്. അതായത് നമ്മള് ഷർഹ് അക്കായിദിന്റെ മത്തിനിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ഉമർ നസബി തങ്ങൾ തുടങ്ങുന്നതിനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹഖായിഖു അഷ്യാഇ സാബിതത്തുൻ. നേരെ ബിസ്മി പറഞ്ഞ് ഹംദുൻ സലാത്തൊന്നും പറയാതെ ഡയറക്റ്റ് പറയുന്നത് ഹഖായിഖു അഷ്യാഇ സാബിതത്തുൻ എന്നുള്ളതാണ്. അതായത് ദൈവം ഉണ്ട് എന്നതിന് തെളിവാണെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെയൊക്കെ വസ്തുക്കൾ ഉണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് എന്ന് തെളിയിച്ചാൽ അതിന് പിന്നിൽ ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റും. ആ ഒരു ഇത് വെച്ചിട്ടാണ് അദ്ദേഹം നേരെ ബിസ്മി പറഞ്ഞ ശേഷം ഹംദു സജാത്ത് കൊണ്ടും പറയാണ്ട് ഡയറക്റ്റ് ധൃതിപ്പെട്ടുകൊണ്ട് ഹക്കായിക്കു അഷ്യായി സാബിതത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കിതാബിൽ തുടങ്ങാൻ കാരണം എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. അപ്പോ നമ്മൾ ഇസ്ലാമിക വീക്ഷണ പ്രകാരം തന്നെ നമ്മളെ മനുഷ്യന്മാരുടെ തുടക്കം ആദം നബി അലൈഹി സ്വലാമാണ്. ആദം നബിയെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇപ്പൊ എവല്യൂഷൻ തിയറി പ്രകാരം ഒരു ഏകകോശ ജീവിയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഇത് പ്രകാരം ഇസ്ലാമിക വീക്ഷണ പ്രകാരം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എവല്യൂഷൻ തിയറി പ്രകാരം ഏകകോശ ജീവിയിൽ നിന്ന് ഉണ്ടാവും. ഈ രണ്ടിലേക്കും അല്ലെങ്കിൽ ഈ ഏകകോശ ജീവി അല്ലെങ്കിൽ ഈ മണ്ണിനെ സൃഷ്ടിച്ചതാരാണ്? അതിന് പിന്നിലും ഒരു തുടക്കമാണല്ലോ, അതിനെ സൃഷ്ടിച്ച ഒരാളാണല്ലോ. ആ ഒരാളെയാണ്, എല്ലാത്തിനും പിന്നിലുള്ള തുടക്കത്തെയാണ് നാം ദൈവമെന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഇപ്പോ ഈ പ്രപഞ്ചം ഉണ്ടാവാൻ മാക്സിമം പോയി 3 സാധ്യതകളുള്ളത്. ഒന്ന്, ഈ പ്രപഞ്ചം ഓട്ടോമാറ്റിക്കായി ഉണ്ടാവാം, തനിയെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തു അതിനെ ഉണ്ടാക്കാം. അതും അല്ലെങ്കിൽ പ്രപഞ്ചേതരനായ ഒരു ശക്തി പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാം. ഈ 3 സാധ്യതകളും പരിശോധിക്കുന്ന സമയത്ത് ആദ്യമായി പ്രപഞ്ചം ഓട്ടോമാറ്റിക്കായി ഉണ്ടാകുമോ? ഉദാഹരണം, നമ്മുടെ ക്ലാസ്സുകളിലുള്ള മേശ അവിടെ നമുക്ക് കാണുന്ന സമയത്ത് പറയുന്നത് മേശ ഇത് ഓട്ടോമാറ്റിക്കായി ഉണ്ടായതാണ്. ലോജിക്കലി നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ സാധ്യത എന്നുള്ളത്, ഈ മേശയെ മേശ ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ പറയാ ആണി ഉണ്ടാക്കിയതാണ്. മേശയിലുള്ള ഒരു വസ്തുവാണ് ആണി മേശയെ ഉണ്ടാക്കും? അതുമില്ല. പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തു പ്രപഞ്ചത്തിൽ ഉണ്ടാക്കില്ല. പ്രകൃതിയല്ല പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയെന്ന് സാരം. മൂന്നാമതുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് പ്രപഞ്ചേതരമായ പ്രപഞ്ചമായി ബന്ധമില്ലാത്തൊരു ശക്തി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മേശയെ ഉണ്ടാക്കിയത് പുറത്തുനിന്നുള്ള ഒരു ആശാരിയാണ്. അതേപോലെയാണ് പ്രപഞ്ചവുമായി ബന്ധമില്ലാത്ത ഒരു ബാഹ്യമായ ശക്തിയാണ് ലോകത്തെ ഉണ്ടാക്കിയത്. ആ ശക്തിയാണ് നാം ദൈവമെന്ന് വിളിക്കാറുള്ളത്. ഇനി നാലാമത്തെ അവരുടെ ഒരു യുക്തിവാദത്തിന്റെ ഒരു വാദമാണ്, തത്വമാണ് സയന്റിസിസം, ശാസ്ത്രമാത്രവാദം. എല്ലാ കാര്യങ്ങളും സയൻസ് കൊണ്ട് തെളിയിക്കണം എന്നുള്ളത്. ഇപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നത് സയൻസ് എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന വസ്തുക്കളെ കുറിച്ചുള്ള ഒരു പഠനശാഖയാണ് സയൻസ് എന്നുള്ളത്. ഈ സയൻസിനടക്കം പരിമിതികളുണ്ട്. ഉദാഹരണം, ഈ വെള്ളം ചൂടാക്കാൻ എത്ര ഡിഗ്രി സെൽഷ്യസ് വെള്ളം ചൂടാക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ മൂലകങ്ങൾ അതിന് വേണം, തുടങ്ങിയ കാര്യങ്ങൾ സയൻസിന് അറിയാൻ പറ്റും. പക്ഷെ ആ വെള്ളം ഉപയോഗിച്ച് ചായ വെക്കണോ, അല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കണോ എന്നുള്ളത് ആ വെക്കുന്നവനെ തീരുമാനമാണ്. ഇപ്പോ പൊതുവെ പറയാനുള്ള ഉദാഹരണം ഉണ്ട്. ഇപ്പോ
ഈ തെർമോമീറ്റർ വെച്ചിട്ട് മനുഷ്യന്റെ ഭാരം വെയിറ്റ് അളക്കാൻ പറ്റൂല. എന്ന് വെച്ച് മനുഷ്യന് ഭാരം ഇല്ലാതെ ആകുമോ? അതില്ല. അപ്പോ സയൻസ് എന്നുള്ളത് എല്ലാത്തിനും പറ്റുന്ന ഒന്നായി ഞാൻ കണക്കാക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടെ ഈ യുക്തിവാദത്തിൽ കാണപ്പെടുന്ന വസ്തുത എന്നുള്ളത് സയൻസിനെ ദൈവത്തിന്റെ സ്ഥാനത്ത് കൊണ്ടുവെക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് വളരെ മനോഹരമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിനു മുമ്പ് ഇവിടെ പറയപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു. നമ്മളിപ്പോ നമ്മളെ ക്യാമ്പസ് ഇപ്പൊ എവിഡന്റ് മാഗസിൻ ഇറങ്ങാറുണ്ട്, ഈ കുനൂസ് ഇറങ്ങാറുണ്ട്, മറ്റാതെ ഇറങ്ങാറുണ്ട്. അപ്പൊ എവിഡന്റ് മാഗസിൻ ഇറങ്ങുന്നു. ആ മാഗസിൻ ഒരു കുട്ടി, ഒരു കണ്ണട വെച്ചൊരു കുട്ടി വായിക്കുന്നു. ആ കുട്ടിക്ക് ആ മാഗസിൻ വളരെ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ആ മാഗസിൻ വായിച്ച് കിട്ടിയ ആ ഒരു മാഗസിൻ വായിച്ച് കിട്ടിയ സന്തോഷത്തിന്റെ ക്രെഡിറ്റ് കണ്ണടക്ക് കൊടുക്കുകയാണ് ഈ കുട്ടി. അപ്പോ ആ മാഗസിനിൽ പിന്നെ പ്രവർത്തിച്ച എഡിറ്റർ, ഡിസൈനേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരൊക്കെ അവിടെ വെറുതെ ആകുന്നു. നേരെ മറിച്ച് ആ കണ്ണടക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതോടുകൂടി ഒരു ടൂളായ കണ്ണടക്ക് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർ അവിടെ അപ്രസക്തമാകും. ഇതേപോലെ സയൻസ് വെറും ഒരു ടൂളായി നാം കണക്കാക്കുകയാണെങ്കിൽ മതത്തെ മനസ്സിലാക്കാൻ ഏറ്റവും ഉപകരിക്കുന്നത് ഈ സയൻസ് തന്നെയായിരിക്കും. എല്ലാത്തിന്റെയും മേലെ സയൻസിനെ വെക്കാതെ ഒരു ടൂളായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവസാനമായി കൺക്ലൂഡ് ചെയ്ത് പറയുന്നത്, നമുക്ക് ദൈവമുണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയിൽ എല്ലാവരും പറയാം ദൈവം എന്നുള്ളത് സങ്കല്പമാണ്. നമുക്കറിയാം സങ്കല്പം എന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുമ്പോൾ, ഉദാഹരണം പറക്കുന്ന കുതിര എന്ന് പറയുമ്പോൾ നമ്മൾ കുതിരനെയും കണ്ടിട്ടുണ്ട്, പറവനെയും കണ്ടിട്ടുണ്ട്. രണ്ടും മിക്സ് ആക്കിയിട്ട് നമുക്ക് പറക്കുന്ന കുതിര എന്ന് സങ്കല്പിക്കാൻ പറ്റും. കാരണം നമ്മൾ അനുഭവിച്ചതാണ്, കണ്ടതാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ പൊതുവെ എല്ലാ വിശ്വാസികൾക്കിടയിലും വ്യാപകമായ ഒരു കാര്യമാണ് ദൈവം എന്നുള്ളത് എന്നെന്നും ജീവിക്കുന്നവനാണ്. പക്ഷെ നമ്മൾ ആരും എന്നെന്നും ജീവിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇതുവരെ അനുഭവിക്കാത്തവരാണ്. അപ്പോ ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയൊക്കെ നമ്മുടെ മനുഷ്യന്മാർക്കിടയിൽ ഇത്രത്തോളം വ്യാപകമായത്? അപ്പൊ അതിന് മറുപടി അറിയാം, പ്രഭാഷകന്മാർ, പണ്ഡിതന്മാർ പറഞ്ഞു എന്നുള്ളത് ദൈവം എന്നെന്നും ജീവിക്കുന്നവരാണ്. പക്ഷെ ആ മതപണ്ഡിതന്മാർക്ക് ആര് പറഞ്ഞു കൊടുത്തു? അപ്പോ ഖുർആൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്മാർ അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ സങ്കല്പം എന്ന് പറയാം. ദൈവം സങ്കല്പമാണെങ്കിൽ മനുഷ്യന്മാർ അനുഭവിക്കണം. അപ്പോൾ ദൈവം എന്നെന്നും ജീവിക്കുന്നവനാണ് എന്ന് മനുഷ്യന്മാർ അനുഭവിക്കാത്തൊരു കാര്യത്തെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഖുർആനിൽ നിന്ന് ആവുമ്പോൾ ഖുർആൻ സത്യമാവുന്നു. ദൈവമുണ്ട് എന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കാൻ സാധിക്കും. അപ്പോ ഇത്രയൊക്കെയാണ് വളരെ ഷോർട്ടായി വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.